സെയിൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. കൂരിരുട്ടിലൂടെ ഒരു യാത്ര, അതാണ് ഇന്നത്തെ വീഡിയോ. സമയം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. രാത്രി ചെറിയ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഈ യാത്ര അങ്ങ് തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ. തമിഴ്നാട്ടിലേക്ക് പോകണം. അതുപോലെ ഏർവാടി, അതുപോലെ തന്നെ ധനുഷ്കോടി ഒക്കെ നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര തുടങ്ങി. മണിക്കൂറുകളോളം യാത്ര നീണ്ടു. വഴിയിലൊരിടത്ത് ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. ഒന്ന് ഫ്രഷ് ആവലും ചായ കുടിക്കലും ഒക്കെ ചെയ്യാനായിട്ട് നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ബർഗറാണ് ആവശ്യം. അങ്ങനെ ചായയും ബർഗറും കഴിച്ചിട്ടാണ് പിന്നീട് യാത്ര തുടർന്നത്. നേരം വെളുത്തു തുടങ്ങിയപ്പോഴേക്കും ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ല കോട വീണിട്ടുണ്ടായിരുന്നു. ഈ ഒരു യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. മഞ്ഞ് വീണ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ സുഖം ഒന്ന് വേറെ തന്നെ. മഞ്ഞിനെയും മഴയെയും ഒന്നും വകവെക്കാതെ മഴക്കോട്ടുകൾ അണിഞ്ഞ് യാത്രക്കാർ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. ഇരുളിൽ നിന്നും അടർന്നു വീഴുന്ന വെളിച്ചത്തെ നോക്കി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തുടർന്നു. സമയം ഒരുപാട് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടിയുടെ സൈഡിൽ കിടന്ന് നന്നായി ഉറങ്ങി. ഇപ്പോൾ ഏകദേശം നട്ടുച്ചയായിട്ടുണ്ട് കേട്ടോ. രാത്രിയിലെ മഞ്ഞും മഴയും ഒക്കെ മാറി നല്ല വെയിലാണ് കേട്ടോ. കൂടുതൽ വണ്ടികളൊന്നും ഇല്ലാതെ സ്വസ്ഥമായ യാത്രയായിരുന്നു. നല്ല വിശപ്പായി തുടങ്ങി കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മളിതാ ഇതുപോലെ ഒരു ഹോട്ടലാണ് കണ്ടത്. കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗിയൊന്നും തോന്നില്ല, എന്നാൽ ഇവരെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ധനുഷ്കോടിയിൽ നിന്നാണ് കേട്ടോ. ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ ഒരുപാട് ഹോട്ടലുകളുണ്ട് കേട്ടോ. ഇവിടെ ഇവർ ഫിഷ് പിടിച്ച് ഫ്രീസറിൽ ഇട്ടിട്ടുണ്ടാവും. നമുക്ക് ഏത് ഫിഷാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ എടുത്തു കൊടുക്കുക. അവർ ഇതുപോലെ നല്ല മസാലയൊക്കെ തേച്ച് നമുക്ക് നന്നായി ഫ്രൈ ആക്കി തരും. അങ്ങനെ നമ്മൾ വലിയ ഒരു ഫിഷിനെ എടുത്തു കൊടുത്തിട്ട് അതിനെ കഷ്ണമൊക്കെ ആക്കി ഒന്ന് മസാലയൊക്കെ തേച്ച് ഇതാ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെറിയ ഫിഷൊക്കെ ഓൾറെഡി അവർ നമുക്ക് ചോറിലേക്ക് തരുന്നതാണ്. സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തു കൊടുത്ത ഫിഷും പൊരിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫിഷൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് വീണ്ടും മടക്കയാത്രയായിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ധനുഷ്കോടിയുടെ അറ്റം വരെ യാത്ര ചെയ്തു. കുറച്ച് മോതിരക്കല്ല്, പവിഴക്കല്ലുകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് പിന്നെയും യാത്ര തുടരുകയാണ്. 2 വശത്തേക്ക് നോക്കിയാലും കടലാണ്. ശരിക്കും നല്ലൊരു ഭയം ഉള്ളിൽ ഫീൽ ചെയ്തു കേട്ടോ. അവിടെ നിന്ന് ഒരു ബൈനോക്കുലർ വഴി നമുക്ക് ശ്രീലങ്കയുടെ ഒരു ഭാഗം കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ നോക്കി കണ്ട് പിന്നീട് ഞങ്ങൾ അവിടെ കൂടുതൽ സമയം ചിലവഴിച്ചില്ല. അവിടെ നിന്ന് മടക്കയാത്രയായിട്ടുണ്ട്. ഈ യാത്രക്കിടയിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പാമ്പൻ പാലമൊക്കെ കണ്ടു. അവിടെ നിന്നൊക്കെ നമ്മൾ ആ വഴിയൊക്കെ കറങ്ങിയിട്ടാണ് പോകുന്നത്. വിശാലമായ കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. ആകാശത്തോട് ചേർന്ന് കിടക്കുന്ന കടലിൻ്റെ അറ്റവും നോക്കി ഒരല്പം നേരം അവിടെ ഞാൻ നിന്നു. പിന്നീട് ആ യാത്ര നീണ്ടത് APJ അബ്ദുൽ കലാം മറവ് ചെയ്ത് കിടക്കുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഇവിടെ എത്തിയ സമയത്ത് തന്നെ ഒരുപാട് മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ലാത്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. വളരെ ലളിതമായി ജീവിതം നയിച്ച APJ അബ്ദുൽ കലാമിൻ്റെ ഓരോ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അതിനുള്ളിലേക്ക് നമ്മളെ ക്യാമറ കയറ്റി വിടാത്തത് കൊണ്ട് ഉള്ളിലുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ സന്ദർശിക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ
സന്തോഷമായ നിമിഷങ്ങളായിരുന്നു എനിക്ക്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ ഒരു വേദനയും മനസ്സിനുള്ളിൽ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാവധാനം അവിടെ നിന്നും ഞങ്ങൾ മടക്കയാത്ര പുറപ്പെട്ടു. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഏർവാടി. ഏർവാടിയിലെത്തിയതും പിന്നെ അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം കണ്ട് മനസ്സാകെ മരവിച്ചു പോയി. മഹാനായ ഇബ്രാഹിം ബാത്തിഷ എന്നവരുടെ ഖബർ സന്ദർശിച്ചു. നമ്മളവിടെ നമ്മുടെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു. ഒരുപാട് രോഗശമനങ്ങളും അതുപോലെ ഒരുപാട് രോഗികളെ കാണാൻ കഴിഞ്ഞു. നമ്മുടെയൊക്കെ ചിന്താഗതി തന്നെ മാറുന്ന ഒരവസ്ഥയായിരുന്നു അവിടെ എത്തിയപ്പോഴുള്ളത്. ഏർവാടിയിലെത്തി നമ്മൾ അവിടെ റൂമൊക്കെ എടുത്ത് ഒരു ദിവസം താമസിച്ചു. എന്തായാലും പിന്നീട് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് പേർക്കെങ്കിലും കഴിവില്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് കുറച്ചാളുകൾക്കെങ്കിലും നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വകുപ്പ് നമ്മളവിടെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരുപാട് മനസ്സിൽ സന്തോഷമൊക്കെ നേടി ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് യാത്രയാവുകയാണ്. എന്തായാലും ഏർവാടി വിട്ടു പോരുമ്പോഴും മനസ്സിനുള്ളിൽ ഒരുപാട് നൊമ്പരങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ജീവിതത്തിൽ നമ്മളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമായിട്ട് തന്നെയാണ് എനിക്ക് ഏർവാടി ഫീൽ ചെയ്തത്. ഇനിയുള്ള യാത്ര മടക്കാണ് കേട്ടോ. വീട്ടിലേക്ക് മടക്കയാത്രയാണ്. മടക്കയാത്രയിൽ നമുക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പെട്രോൾ പമ്പുകൾ കാണുന്ന സ്ഥലത്ത് നമ്മൾ നിർത്തി ബാത്റൂമും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ ഫുഡിനായിട്ട് നല്ല ഹോട്ടലുകൾ തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് ഫ്രഷായിട്ട് അങ്ങനെ തിരിച്ചു പോരുന്ന വഴിയാണ് കേട്ടോ. നേരം നല്ലോണം വെളുത്തിട്ടുണ്ട്. ചായ കഴിച്ചിട്ടില്ല. ഇനി വഴിയിൽ എവിടെയെങ്കിലും കയറി ചായ കഴിച്ചിട്ട് വേണം തിരിച്ചു പോവാൻ. തമിഴ്നാട് പോയ സമയത്ത് ഇനിയും നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. വീഡിയോ ഒരുപാട് നീണ്ടു പോയാൽ എല്ലാവർക്കും അത് ബോറടിക്കും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇനിയും വരുന്ന വീഡിയോസിലൂടെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യാത്രാ അനുഭവം തന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.